സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. വനിതകളുടെ അവകാശങ്ങളെക്കുറിച്ച് നെടുനീളൻ പ്രസംഗങ്ങളും ക്യാമ്പയിനുകളും അരങ്ങേറുകയും ആരംഭം കുറിക്കുകയും ചെയ്യുന്ന ദിവസം. അതുകൊണ്ട് തന്നെ ബീഹാറിൽ നിന്നുള്ളൊരു വാർത്ത പങ്കുവെച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. അവിടെ മധുബനി ജില്ലയിൽ റോഷൻ ഖാത്തൂൻ എന്നൊരു യുവതി കൊല്ലപ്പെട്ട വാർത്തയാണ് ഇത്. ഗ്രാമമുഖ്യനോട് വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ട റോഷൻ ഖാത്തൂനെ ആളുകൾ ചേർന്ന് ഒരു പോസ്റ്റിൽ കെട്ടിയിട്ട് പൊതിരെ തല്ലി കൊല്ലുകയായിരുന്നു. മരണപ്പെടുമ്പോൾ അവൾ നോമ്പുകാരിയായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. മർദ്ദനമേറ്റ് അവശയായ അവൾ വെള്ളം ചോദിച്ചപ്പോൾ മദ്യവും മൂത്രവും കൂട്ടിക്കലർത്തി കൊടുത്തുവെന്ന് ദൃക്സാക്ഷികൾ. പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരം വെള്ളം കുടിപ്പിച്ചോ എന്നും അവൾ നോമ്പുകാരിയായിരുന്നോ എന്നും തീർച്ചപ്പെടുത്തിയിട്ടില്ല എന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന. അഹമ്മദാബാദിൽ നിന്നും ഇത്തരമൊരു വാർത്ത വരുന്നുണ്ട്. 4 പേർ ബൈക്കിലെത്തി 2 സ്ത്രീകളെയും ഒരു ചെറുപ്പക്കാരനെയും മർദ്ദിച്ചതാണ് വാർത്ത. പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി സംബന്ധിച്ച കാര്യത്തിന് പോകുന്ന വഴിക്കായിരുന്നു ഈ സംഭവം അത്രേ. സ്ഥിരമായി നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾക്കൊപ്പം സോഷ്യൽ മീഡിയയുടെയും നിർമ്മിത ബുദ്ധിയുടെയും വ്യാപനത്തോടെ ഇത്തരം പീഡനങ്ങൾക്കും സ്ത്രീകൾ വ്യാപകമായി ഇരയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2023-നും 2025-നും ഇടയ്ക്കുള്ള കണക്ക് പരിശോധിച്ചാൽ 98% ഡീപ്പ് ഫേക്ക് വീഡിയോകളുടെയും ഉള്ളടക്കം അശ്ലീലമാണെന്നും അതിൻ്റെ മുഴുവൻ ഇരകളും സ്ത്രീകളാണെന്നും കാണാം. ഇത്തരം വീഡിയോകളുടെ എണ്ണവും കൂടുകയാണ്. 2022-ലുള്ളതിനേക്കാൾ 464% കൂടുതലാണ് 2023-ലുണ്ടായ ഡീപ്പ് ഫേക്ക് വീഡിയോകൾ. 2020-നും 2024-നും ഇടയ്ക്ക് 118.4% വർധനവാണ് സ്ത്രീകൾക്കെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരെന്തു പറയുന്നു എന്നറിയാൻ RSSനെ കൂട്ടുപിടിച്ചുള്ള യജ്ഞത്തിലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇപ്പോൾ. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് അറിയാൻ കൂടിയാണ് ഇപ്പോൾ യോഗി ഈ പണിക്ക് ഒരുങ്ങിയിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ 6 മേഖലയിലും RSS BJP നേതൃത്വവും സർക്കാരും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന യോഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം കളിക്കാനൊരുങ്ങുന്ന ജാതി രാഷ്ട്രീയത്തിനെതിരെ എന്ത് തരം ഹിന്ദുത്വ കാർഡ് ഇറക്കണമെന്നതാണ് ഈ യോഗങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം BJP പ്രവർത്തകർക്ക് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളും ചർച്ച ചെയ്യാം. താഴെ തട്ടുവരെ പടർന്നു കിടക്കുന്ന അഴിമതിയെക്കുറിച്ചായിരുന്നു RSS പ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയോടും മറ്റും പറയാനുണ്ടായിരുന്ന പ്രധാന പരാതി. സർക്കാർ സ്ഥാപനങ്ങൾ പൊതുവെയും പോലീസ് സ്റ്റേഷനുകൾ പ്രത്യേകിച്ചും അഴിമതിയുടെ കേന്ദ്രങ്ങളായി മാറി. അതോടൊപ്പം RSS BJP നേതാക്കൾക്ക് ഒരു സർക്കാർ ഓഫീസിലും വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന പരാതിയും ഇവർക്കുണ്ടായിരുന്നു. മന്ത്രിമാർക്കും ബന്ധുക്കൾക്കുമൊക്കെ സംസ്ഥാന തലസ്ഥാനത്തെ ആശുപത്രികളിൽ കിടക്ക കിട്ടുന്നുണ്ടെങ്കിലും സംഘത്തിൻ്റെ പ്രവർത്തകർക്ക് അത്തരമൊരവസ്ഥയില്ലെന്നും ഇവർ പരിതപിച്ചു. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് ഇത്തരമൊരു അവസരം കിട്ടാതിരുന്നതിലുള്ള ദേഷ്യമൊക്കെ അവർ ഈ കൂടിക്കാഴ്ചയിലൂടെ പറഞ്ഞു തീർത്തു. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായ സ്ഥിതിക്ക് മധുരയിൽ കൃഷ്ണക്ഷേത്രം എന്നൊരാശയത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ യോഗി ആദിത്യനാഥിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു സംയുക്ത യോഗം ഇതാദ്യമായാണ് തൻ്റെ 2ാം ഭരണകാലത്ത് ആദിത്യനാഥ് വിളിച്ചു കൂട്ടുന്നത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ BJP വൻ നേട്ടം കൈവരിച്ചുവെങ്കിലും ഉത്തർപ്രദേശിൽ താരതമ്യേന മോശപ്പെട്ട അവസ്ഥയായിരുന്നു. ഇതിൻ്റെ കാരണങ്ങൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ പ്രധാനമായും ഉയർന്ന വിമർശനം RSSനെ മറന്നുകൊണ്ടാണ് തൻ്റെ 2ാമത്തെ ടേമിൽ ആദിത്യനാഥ് സർക്കാർ മുന്നോട്ടു പോയത് എന്നതായിരുന്നു. അതേ തുടർന്ന് കഴിഞ്ഞ വർഷം നവംബറിൽ യോഗിയും RSS സർസംഘചാലക് മോഹൻ ഭഗവത്തും അയോധ്യയിൽ 1.5 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയിരുന്നു. ശേഷം ഈ കഴിഞ്ഞ മാസം അരമണിക്കൂർ ചർച്ചയും നടന്നിരുന്നു. RSS നേതൃത്വമാവട്ടെ പലതവണയായി സംസ്ഥാനത്തെ മന്ത്രിമാരുമായും ഉദ്യോഗസ്ഥരുമായും നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു. കാൺപൂരിൽ മേയറും സംഘ നേതാക്കളും തമ്മിലുള്ള തർക്കം മറനീക്കി പുറത്തു വന്നിരുന്നു. ഇതേക്കുറിച്ചുള്ള ചർച്ചകളുമായി അവിടെ വേറൊരു യോഗവും നടന്നു. സംസ്ഥാനത്തെ ജൽശക്തി മന്ത്രി നയിച്ച ഒരു ഘോഷയാത്രയെ സ്ഥലം MLAയും സംഘവും തടഞ്ഞതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. തകർന്ന റോഡുകളും നിശ്ചലമായ വികസന പദ്ധതികളുമായിരുന്നു ഈ തടയലിന് കാരണം.
കാൺപൂരിലെ മേയറെക്കുറിച്ചുള്ള പരാതികൾ തീർക്കുന്നതും യോഗത്തിന്റെ അജണ്ടയാണെന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന. 2027 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അന്നേക്ക് BJP RSS ബന്ധം മെച്ചപ്പെട്ടില്ലെങ്കിൽ സംഗതി കുളമാവുമെന്ന് BJPക്ക് നന്നായി അറിയാം. മേഘാലയയിലാണ് മോളിനോങ് എന്ന സ്ഥലം. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം. മേഘാലയയിലെ എല്ലാ സ്ഥലങ്ങളിലെയും പോലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലം കൂടിയാണ് മോളിനോങ്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഈ വില്ലേജ് ഒരു തീരുമാനമെടുത്തു. ഞായറാഴ്ചകളിൽ ഇവിടത്തേക്ക് ഒരു വിനോദസഞ്ചാരിയെയും പ്രവേശിപ്പിക്കില്ല എന്ന തീരുമാനം. അന്നെങ്കിലും മനസ്സിനൊരു സമാധാനം കിട്ടണം, സമാധാനപൂർണമായി ചർച്ചിൽ പ്രാർത്ഥിക്കാൻ പോകണം. അതായിരുന്നു ഇവരുടെ തീരുമാനത്തിന്റെ കാരണം. വൃത്തിയുള്ള ഗ്രാമം എന്ന ഖ്യാതി ഇവർ നേടിയെടുത്തതും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. പ്ലാസ്റ്റിക് നിരോധനം അടക്കം ഗ്രാമത്തിലെ കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ ആളുകളെ ബോധവൽക്കരിച്ച് നേടിയെടുത്തതാണ്. ഇപ്പോഴത്തെ നിരോധനത്തോടെ എല്ലാ കടകൾക്കും ഞായറാഴ്ച അവധിയായിരിക്കുകയാണ്. തങ്ങളുടെ പ്രാർത്ഥനകൾക്കും പ്രവൃത്തികൾക്കുമെല്ലാം തടസ്സമായ സന്ദർശകരും വാഹനങ്ങളും ക്യാമറകളുമെല്ലാം ഇവരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായിരുന്നു. ഒരുപാട് ആലോചിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇവരെത്തിയത്. ഇന്നത്തെ ഇന്ത്യാസ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.